ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പ് കൗതുകവുമായി ഇനി കാലാന്തരം. രണ്ട് മുന്നണികളിൽ നിന്നായുള്ള 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് മത്സരിച്ച പഴയൊരു തിരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ കഥയാണിത്. 1970-ലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും VS അച്യുതാനന്ദനും ഒരുമിച്ച് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പിണറായിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കന്നി അംഗം കൂടി ആയിരുന്നു അത്. 1970 പുതുപ്പള്ളിയിൽ മത്സരിച്ച ഉമ്മൻചാണ്ടി പിന്നീട് ഇതുവരെ പരാജയം അറിഞ്ഞിട്ടേയില്ല. ഇത് കലാന്തരത്തിൽ ഇന്ന് ആ കഥയാണ്. കേരള കൗമുദിയുടെ പഴയ താളുകളിൽ നിന്ന് മഞ്ജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആളാരെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ചെറുപ്പമാർന്ന ഈ മുഖങ്ങൾ 45 കൊല്ലത്തെ ചരിത്ര താളുകൾ പിന്നിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന താരങ്ങളുടേതാണ്. 1970 തന്റെ രണ്ടാം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഇന്ന് കാണുന്ന VS അച്യുതാനന്ദൻ അല്ല അന്ന്. ചെറുപ്പക്കാരനായ അന്നത്തെ ഈ VSനെ തിരിച്ചറിയാൻ തന്നെ പ്രയാസം. അമ്പലപ്പുഴയിൽ നിന്ന് 3000-ലധികം വോട്ടിന് VS അന്ന് ജയിച്ചു. ഗൗരവമാർന്ന മുഖഭാവം അന്നേ ഉണ്ടെങ്കിലും പിണറായി വിജയനും 70 തീരെ ചെറുപ്പം. കൂത്തുപറമ്പിൽ തന്റെ കന്നി അംഗത്തിന് ഇറങ്ങിയ പിണറായിക്ക് അന്ന് പ്രായം 26 വയസ്സ്, അവിവാഹിതൻ. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. BA പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന പിണറായി വിജയൻ എന്ന അന്നത്തെ ഈ സ്ഥാനാർത്ഥി. കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം ഈ ചെറുപ്പക്കാരനെ തിരിച്ചറിയുന്നതിലാകും. നീണ്ട മുഖവും പൊടിമീശയും രണ്ടായി പകുത്തിട്ട അലസമായ ഹെയർ സ്റ്റൈലും കുട്ടി ഷർട്ടുമിട്ട ഈ ചെറുപ്പക്കാരൻ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. പേര് ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിലെ ചരിത്ര വിജയങ്ങൾക്ക് തുടക്കമിട്ട് ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളിയിൽ കന്യാംഗത്തിനിറങ്ങിയത് 70-ലാണ്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ മൂവരെയും ഒരുമിച്ച് കണ്ട 70-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്നു.